അങ്ങനെ നമ്മൾ പയ്യെ ഓഫ് റോഡിങ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ എയർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടീസാണ്. അപ്പോൾ ഓഫ് റോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ, ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ ഓഫ് റോഡിങ് ഈസ് അഡ്ജസ്റ്റിംഗ് ദ എയർ പ്രഷർ. അതിനുവേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന PSI എന്ന് പറയുന്നത് 15 to 20 ആണ്. നോക്കി അത് ഇരുന്ന് കുത്തി ഇറക്ക്. അപ്പൊ നമ്മൾ ഈ വന്നേക്കുന്നത് വാഗമണ്ണടുത്ത് പാലൊഴുകുംപാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഫിഷിംഗ് ബ്രേക്സിൽ സെബിനാണ് എയർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അതോ നമ്മുടെ റാംഗ്ലർ ഇപ്പം എയർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഓഫ് റോഡ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് മൊത്തം മഴ പെയ്ത് തകർന്നിരിക്കുക നമ്മൾ അറിഞ്ഞ്. പിന്നെ ഒന്ന് ഓഫ് റോഡ് ചെയ്ത് നോക്കാം, എവിടം വരെ പോകാൻ പറ്റുമെന്ന് അറിയണമല്ലോ. ഇതിനാണ് നമ്മൾ വന്നേക്കുന്നത് സെബിന്റെ 3 door പജേറോ LX 470, പിന്നെ ജീപ്പ് റാംഗ്ലർ. അപ്പം നമ്മുടെ കൂടെ ഉള്ളത് 2 ലോങ് വീൽ ബേസ് ആണ്. LX 470യും ജീപ്പ് റാംഗ്ലറും. ഇതിന് നല്ല വീൽ ബേസ് ആണ്. അപ്പം ഓഫ് റോഡ് മണ്ടവരെ കയറുമെന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു ഷോർട്ട് വീൽ ബേസ് ആയിട്ടുള്ള സെബിന്റെ 3 door പജേറോയും കസ്റ്റം ബിൽഡ് ജാഗിന്റെ ഒരു കോമ്പറ്റീഷനൊക്കെ ഇറങ്ങുന്ന കോമ്പറ്റീഷൻ ഫീൽഡും കൂടെ ഉണ്ട്. ഈ ടെറയിൽ കണ്ടല്ലോ, അപ്പോൾ ഇതുപോലത്തെ ടെറയിലൊക്കെ നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റും. ഇതാണ് ആ കസ്റ്റം ബിൽഡിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. കണ്ടോ, ഈ A to Z ആണ്. റെയർ സ്റ്റിയറിങ്ങും ഡിഫറൻഷ്യൽ ലോക്കും വിഞ്ചും കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ള ഒരു അടിപൊളി ബിൽഡാണ്. നമ്മുടെ വണ്ടികളെല്ലാം എയറെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്നതായിരിക്കും. ഓക്കെ.